എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2, 4, 6 സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 6ാം സെമസ്റ്റർ രജിസ്ട്രേഷൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 2, 4 സെമസ്റ്ററുകൾ എന്നാണ് വരിക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണിത്. പല വിദ്യാർത്ഥികൾ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കുന്നൊരു സംശയമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞാൽ 1, 3, 5 സെമസ്റ്ററുകളാണ് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ. ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞാൽ അന്ന് മുതൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ എപ്പോഴായിരിക്കുമെന്ന്. ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറയുന്നത് 2, 4, 6 സെമസ്റ്റർ പരീക്ഷകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതിലെ 6ാം സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർവകലാശാല ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ ഏതാണ്ട് ഫൈൻ ഇല്ലാതെ അടയ്ക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു. ഈ വരുന്ന 20-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് 190 രൂപ ഫൈനോട് കൂടി മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുക. വിത്തൗട്ട് ഫൈൻ്റെ ഡേറ്റ് 15-ാം തീയതി ആയിരുന്നു. അത് എക്സ്റ്റെൻഡ് അല്ല, അത് എക്സ്പയർ ആയി ആണ്. ഇനിയിപ്പോൾ 20-ാം തീയതി വരെ വിദ്യാർത്ഥികൾ 190 രൂപ ഫൈനോട് കൂടി മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് 4ാം സെമസ്റ്ററിൻ്റെ പേരാണ്. 4ാം സെമസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 4ാം സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ നിലവിൽ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. എന്നാൽ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസം 3-ാം തീയതി വരെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് ഈ വരുന്ന ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, 2ാം സെമസ്റ്റർ പരീക്ഷ എപ്പോഴായിരിക്കുമെന്ന്. 2ാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ FIUGP റെഗുലർ, പിന്നെ 3 വർഷ വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്നായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2ാം സെമസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷനും ഈ അടുത്ത് തന്നെ, ഈ മാസം അവസാനത്തോടെയൊക്കെ തന്നെ ഉണ്ടാകും. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വിളിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അത് നമ്മൾ കൃത്യമായ വിവരങ്ങൾ വിദ്യാർത്ഥികളെ അതാത് സമയത്ത് തന്നെ നിങ്ങളിലേക്ക് അത് ഇൻഫോം ചെയ്യുമെന്നും വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ 2ാം സെമസ്റ്റർ പരീക്ഷ, ഈ 2ാം സെമസ്റ്റർ പരീക്ഷയും 4ാം സെമസ്റ്റർ പരീക്ഷയും ഇനി എപ്പോഴായിരിക്കും നടക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്നായിരിക്കും നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ഇതിന് 2-നും 4-നും മുമ്പിലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇത്തവണ ഡിഗ്രി കഴിഞ്ഞ് പുറത്തു പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ കോളേജിൽ നിന്നും പുറത്തു പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയായിരിക്കും ഏറ്റവും ആദ്യം നടക്കുക. 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളായിരിക്കും ഏറ്റവും ആദ്യം നടക്കുക. അതിനുശേഷം മാത്രമായിരിക്കും 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും നടക്കുക. ഏറ്റവും ആദ്യം നടക്കുന്നത് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയായിരിക്കും. അതിന് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിവരം പല വിദ്യാർത്ഥികളും അറിയാതെ പോകരുത്. ഇനി ആരംഭിക്കാൻ ബാക്കി നിൽക്കുന്നത് ഏതാണ്ട് 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ മാത്രമാണ്. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ രജിസ്ട്രേഷനാണ് ഇനിയും ആരംഭിക്കാൻ ബാക്കി നിൽക്കുന്നത്. അതും ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ വിവരങ്ങൾ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും അത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെയും രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ മാത്രമാണ് ഇനി ആരംഭിക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ പുതിയൊരുമേ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ.
the founder of Scrayford, the Career Garden. Thanks for watching. Bye.